ലാവോസിലെ വൻ സൈബർ തട്ടിപ്പ് സംഘത്തിന്റെ ഞെട്ടിക്കുന്ന ക്രൂരകൃത്യങ്ങൾ വെളിപ്പെടുത്തി കോഴിക്കോട് സ്വദേശിയായ യുവാവ്. മലയാളി പെൺകുട്ടികളുടേതുൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് കോടികളാണ് ഗൂഢസംഘം തട്ടുന്നത്. അധോലോക സംഘത്തിൽ നിന്ന് സാഹസികമായി രക്ഷപ്പെട്ട രാഹുൽ രാജ് മീഡിയ വണ്ണോട് സംസാരിക്കുന്നു. ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏജൻസി മുഖേനയാണ് കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശി രാഹുൽ രാജ് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമായ ലാവോസിലെത്തുന്നത്. ഡാറ്റ എൻട്രിയുടെ വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്തുമായി പരിചയപ്പെട്ട മറ്റൊരു കുണ്ടായത്തോടുള്ള ഒരു സ്വദേശിയായ ഒരു സുഹൃത്ത് ആണ് ഈ വർക്കിനെ പറ്റി പറഞ്ഞത്. ആളാണ് ഈ വൈറ്റ് ബേർഡ് ഏവിയേഷൻ അക്കാദമി ആണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ഡെപ്പോസിറ്റ് തുക വേണമെന്ന് ആവശ്യപ്പെട്ട് അത് കൊടുക്കുകയും ചെയ്തു. 4 ഫ്ലൈറ്റ് കയറിയിട്ടാണ് പോയിരിക്കുന്നത്. ആദ്യം ബാങ്കോക്ക്, പിന്നെ അവിടുന്ന് വേൻറ്റൈൻ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടുന്ന് ലാവോസ്, അവിടുന്ന് ബൈ റോഡ് ഒരു 1.5 ദിവസം ട്രാവൽ ചെയ്ത് 600-800 സംതിങ് കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് ഈ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ അവിടെ എത്തുന്നത്. പോയത് ഡാറ്റ എൻട്രി ജോലിക്ക്, എത്തിയത് വൻ സൈബർ തട്ടിപ്പ് സംഘത്തിൽ. ഒരു ഓഫീസ് എന്നുള്ളൊരു ഹാൾ തന്നെ പറയണം. അത്രയും സിസ്റ്റവും കാര്യങ്ങളൊക്കെ വെച്ച് ഹൈലി സെക്യൂർഡ് ഒരു സൈബർ വേർഡ്, അത്രയും സെക്യൂറായി വെച്ചിരിക്കുന്ന ഒരു സൈബർ വേർഡാണ് അവിടെ. പെൺകുട്ടികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യുക, ഈ പ്രൊഫൈൽ ഉപയോഗിച്ച് പുരുഷന്മാരിൽ നിന്ന് പണം തട്ടുക, ഇതായിരുന്നു ഏൽപ്പിക്കപ്പെട്ട ജോലി. ഇവിടെയുള്ള പെൺകുട്ടികളും ഇന്ത്യൻ കുട്ടികളും അങ്ങനെയുള്ള ആളുകളുടെ എക്സ്പോസ്ഡ് ഫോട്ടോസ്, എഡിറ്റഡ് ഫോട്ടോസൊക്കെ വെച്ച് ഹണി ട്രാപ്പ് പോലെ ഒന്ന് പെടുത്തിയതിന് ശേഷം അവരെ കൊണ്ട് ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കും. ഇല്ലെങ്കിൽ വീഡിയോ കോൾ, മറ്റ് സംവിധാനങ്ങൾ, AI ടൂൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരതിനകത്ത് പെടുത്തും. എന്നിട്ട് അവരുടെ കയ്യിലുള്ള ക്യാഷ് തട്ടിയെടുക്കുക. അതാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി. ചാറ്റിങ്ങിനൊടുവിൽ വീഡിയോ കോൾ, അതിന് മാത്രം പെൺകുട്ടികളുണ്ട്. അവിടെ ഒരു ലേഡി ഉണ്ട്. ആ കുട്ടിയാണ് വീഡിയോ കോളും കാര്യം ചെയ്യുക. പക്ഷേ ആ ഫേസ്ബുക്ക് പ്രൊഫൈലുള്ള മുഖം ആരുടേതാണോ ആ മുഖമായിരിക്കും ആ വീഡിയോ കോളിങ് നടക്കുന്ന സമയത്ത് കാണുക. ആ കുട്ടിയുടെ മുഖമല്ല കാണുക. ജോലി ചെയ്യാൻ നിർബന്ധിച്ച് ലഹരി നൽകും. നമ്മളെ കൊണ്ട് എങ്ങനെയൊക്കെ ഡ്രഗ്സിന് അഡിക്റ്റ് ആക്കാൻ പറ്റുമോ അത്തരം പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഒരു ആണവിടെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ലേഡീസ് വിഷയത്തിലാണെങ്കിലും അതിന് വേണ്ട സൗകര്യങ്ങൾ എല്ലാം അവിടെ ഉണ്ട്. ഒരു ഇല്ലീഗലായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ വന്ന് അവിടെ പെട്ട് അവിടെ നിന്ന് എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ സുഖങ്ങളിലങ്ങ് ആൾ അവിടെ ആയിപ്പോകണം, പിന്നെ പുറത്തു പോരും. പോലീസ് റെയ്ഡ് വരുമ്പോൾ പ്രവർത്തനം ഗെയിമിംഗ് സ്ഥാപനമെന്ന വ്യാജേന. റെയ്ഡ് വന്ന സമയത്ത് അവിടെ ഒരു ഗെയിം സെൻ്ററാക്കി മാറ്റിയിട്ട് ഒരു ലിങ്ക് വഴി ഗെയിം, എല്ലാ സിസ്റ്റത്തിലും ഗെയിം ആയിരിക്കും നേരം ഉണ്ടാവുക. അപ്പോൾ അവർ ചോദിക്കുന്ന സമയത്ത് പാസ്പോർട്ട് കാണിച്ച് ഞങ്ങൾ ഗെയിം കളിക്കാൻ വന്നതാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കണം. ഇല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യും, കമ്പനി ഏറ്റെടുക്കില്ല, ബാധ്യത ഏത് ജയിലിടുമെന്നും പറയാൻ പറ്റില്ല, അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ ആരും വരില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കും. റെയ്ഡിന്റെ വിവരം കിട്ടിയാൽ പിടിച്ചുവെച്ച പാസ്പോർട്ട് തട്ടിപ്പു സംഘം തിരികെ നൽകും. ഈ തക്കത്തിലാണ് 2 ആഴ്ച കൊള്ളസംഘത്തിന്റെ ഗൂഢകേന്ദ്രത്തിൽ കുടുങ്ങിയ രാഹുൽ രക്ഷപ്പെട്ടത്. ആ പാസ്പോർട്ടായിട്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് എനിക്ക് ജയിലിൽ പോകേണ്ടി വന്നില്ല. ഞാൻ മ്യാൻമർ പോലീസിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല, അവരുടെ കസ്റ്റഡിയിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പാസ്പോർട്ട് എൻ്റെ കയ്യിലുള്ളായിരുന്നത് കൊണ്ട് ഹയർ ഒഫീഷ്യലായിട്ട് ഇവിടെ ബന്ധപ്പെട്ട് ആ ഒരു ലിങ്കും വെച്ചിട്ട് എന്നെ അവർ ഒന്നും ചെയ്തിട്ടില്ല. കോഴിക്കോട് തിരിച്ചെത്തിയ രാഹുൽ കെണിയിൽ കുടുക്കിയവർക്കെതിരെ ബാലുശ്ശേരി പോലീസിൽ പരാതി നൽകി. നിതിൻ ഗോപിക്കൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ വൺ, കോഴിക്കോട്.